ഇന്നത്തെ മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക് വാർത്താമഴ കടക്കുകയാണ്. പത്മജ വേണുഗോപാലിന്റെ BJP പ്രവേശനവും ആലപ്പുഴ മണ്ഡലത്തിൽ KC വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വവും ആയുധമാക്കി കോൺഗ്രസിനെതിരെ ഇടതുമുന്നണിയുടെ പ്രചാരണം. ഇന്ന് കോൺഗ്രസായി നിൽക്കുന്നവർ നാളെ BJP ആകില്ല എന്നതിന് എന്തുറപ്പ് എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. അനിൽ ആന്റണിയെയും പത്മജയെയും കോൺഗ്രസ് തീറ്റിപ്പോറ്റി വളർത്തിയത് BJPയിലേക്ക് പോകാനാണെന്നും പിണറായി വിജയൻ പരിഹസിച്ചു. KC വേണുഗോപാലിന്റെ ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിത്വം രാജ്യസഭയിൽ BJPക്ക് ഭൂരിപക്ഷം ഉറപ്പിക്കാനുള്ള ഡീലിന്റെ ഭാഗമെന്ന് MA ബേബി വിമർശിച്ചു. എന്നാൽ രാജ്യസഭയിലേക്ക് മറുതന്ത്രമുണ്ട് എന്നായിരുന്നു KC വേണുഗോപാലിന്റെ തിരിച്ചടി. രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടത് BJPക്കെതിരെയായിരുന്നുവെന്ന് CPIയും വിമർശിച്ചു. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. തെരഞ്ഞെടുപ്പ് ഗോദയിലെ സ്ഥാനാർത്ഥി ചിത്രം തെളിയുമ്പോൾ ഇടതുമുന്നണി ആയുധമാക്കുന്നത് കോൺഗ്രസിന്റെ വിശ്വാസ്യത. ആറ്റിങ്ങലിൽ LDF സ്ഥാനാർത്ഥി V ജോയിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി തൊടുത്തതൊക്കെയും BJPയിലേക്കുള്ള കോൺഗ്രസ് നേതാക്കളുടെ ഒഴുക്കിനെപ്പറ്റി. വേണ്ടിവന്നാൽ താൻ BJPയിലേക്ക് പോകുമെന്ന് പറയുന്നയാളാണ് KPCC അധ്യക്ഷനെന്നും മുഖ്യമന്ത്രിയുടെ പരിഹാസം. കോൺഗ്രസ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നയാള് ഇന്ന് കോൺഗ്രസ്സായി നിൽക്കുന്നു, നാളെ കോൺഗ്രസ് ആയിരിക്കും എന്നതിന് എന്താ ഉറപ്പ്? രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാ MP ആയിരിക്കെ KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുന്നതിനെ ഇടതുപക്ഷം ചർച്ചയാക്കുന്നുണ്ട്. സ്ഥാനാർത്ഥിത്വം BJPയുമായുള്ള ഡീലാണോ എന്ന് സംശയമുണ്ടെന്നായിരുന്നു MA ബേബിയുടെ പ്രതികരണം. BJPക്ക് രാജ്യസഭയിൽ ഭൂരിപക്ഷമില്ല. ഭൂരിപക്ഷം ഉണ്ടാക്കാൻ അവർ ഓരോ സീറ്റും പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ KC വേണുഗോപാൽ എന്തെങ്കിലും ഡീലാണോ? ഞാൻ അത്ഭുതപ്പെടുകയാണ്. എന്താണ് ഈ തീരുമാനം? നഷ്ടപ്പെടുന്ന രാജ്യസഭാ സീറ്റിനെ മറികടക്കേണ്ടത് എങ്ങനെയെന്നറിയാമെന്നായിരുന്നു KC വേണുഗോപാലിന്റെ മറുപടി. BJPയെ തോൽപ്പിക്കാനാവശ്യമായ സംഖ്യയാണ് കോൺഗ്രസിന്റെ ടാർഗറ്റെന്നും KC വേണുഗോപാൽ 24നോട് പറഞ്ഞു. ലോക്സഭാ ഇലക്ഷനിൽ കോൺഗ്രസിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് BJPയെ പരമാവധി തോൽപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള നമ്പറുമായിട്ട് കോൺഗ്രസ് വരിക എന്നുള്ളതാണ്. ഓരോ സീറ്റും നിർണായകമാണ്. ആ സീറ്റുമായി മുന്നോട്ട് വരും. പത്മജയുടെ കൂടുമാറ്റത്തിലൂന്നി കോൺഗ്രസിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന ഇടതുപാളയത്തെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് നന്നേ വിയർക്കേണ്ടി വരും. തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് ലാഘവത്തോടെ കാണുന്നുവെന്നതിന്റെ ഉദാഹരണമാണ് വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വമെന്ന് CPIM വിമർശിച്ചു. 24 തിരുവനന്തപുരം.